എൻ്റെ സിനിമയിൽ ആദ്യമായിട്ട് ഞാൻ സംവിധാനം ചെയ്ത സിനിമയാണ്. ആ സിനിമയിൽ കഥ പറഞ്ഞു, ഒരു പരിചയവും ഇല്ലാതെ ഈ സിനിമ, അല്ലെങ്കിൽ ഞാൻ കഥ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എൻ്റെ സിനിമയിൽ വന്ന് അഭിനയിക്കാൻ വന്ന 3 പേര് ഇവിടെ ഉണ്ട്. ദീപക്, നന്ദൻ ബ്രോ, നോബി ചേട്ടൻ. അപ്പോൾ ഞാൻ ഇവർക്ക് എന്താണ് പറയാനുള്ളത് കൂടെ ഞാൻ ഒന്ന് മൈക്ക് കൈമാറാണ്. ദീപക് ബ്രോ. എല്ലാവർക്കും നമസ്കാരം. സത്യത്തിൽ ഫോൺ കൂട്ടാണ് ഞാൻ കഥ കേൾക്കുന്നത്. ഇവൻ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞാൽ വലിയ പൈസ ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞൊരു കഥ എന്താണ് കേൾക്കട്ടെ, പരിപാടി കേട്ടിട്ട് ഓക്കെ ആണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫോണിൽ കൂടെ നമ്മളൊരു 1.5 മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ കഥ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിൽ ആരാണ് നായകൻ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു ജയരാജ് ചേട്ടനാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ജയരാജ് ചേട്ടൻ കുറേ വർഷങ്ങളായിട്ട് സിനിമയിൽ നമ്മൾ ഈ പറയുന്ന പോലെ അത്രയും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഹെലനിലാണ് ജയരാജ് ചേട്ടനെ കുറച്ചുകൂടെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്ത സിനിമ. അതിന് മുന്നേ ഒരുപാട് സിനിമകൾ നമ്മൾ പറയുന്ന പോലെ ചായക്കടയിലൊക്കെ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ നെല്ലിക്കയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തുള്ള പരിചയമാണ്. അപ്പം ഹെലന് മുന്നേയും ജയരാജൻ കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, അതിനുശേഷം കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോൾ നമ്മൾ തിരിച്ചറിയാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെക്കുറിച്ച് സംസാരിക്കാത്ത ഒരുപാട് റോളുകൾ ചെയ്തിട്ടുണ്ടാവും ജയരാജൻ. പക്ഷേ അത്രയും വർഷം സിനിമയെ തന്നെ സ്നേഹിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ ഇന്നിപ്പോൾ നായകനായിട്ട് അഭിനയിച്ചു ജയരാജൻ. അപ്പോൾ അത്രയും സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾ എന്തായാലും അത്യാവശ്യം ആൾക്കാർ കണ്ട് തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ജയരാജൻ്റെ നായകൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് നെല്ലിക്കോട്ട് പരിചയമുണ്ട് ജയരാജനെ, പിന്നെ അടിപൊളി മനുഷ്യനാണ്. അപ്പം പിന്നെ ഞാൻ കഥ കേട്ട സമയത്ത് ഭയങ്കര രസമുള്ള കഥയാണ്. ഇപ്പം ഞാൻ സിനിമയായിട്ട് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കഥ കേട്ടപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. സിനിമയും ഭയങ്കര രസമായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് അവാർഡുകൾ കിട്ടി. ജയരാജനും റാണി മുഖർജിക്കും ബെസ്റ്റ് ആക്ടർ അവാർഡ് രണ്ടുപേരും ഒരുമിച്ചാണ് ഷെയർ ചെയ്തത്. ഏത് ഫെസ്റ്റിവലിലും? ജാഗ്രൻ ഫിലിം ഫെസ്റ്റിവലിൽ. അപ്പം സിനിമയും ഭയങ്കര എല്ലാവരും ഈ പറയുന്ന പോലെ കുറേ ഫെസ്റ്റിവലിന് പോയി ആക്സെപ്റ്റ് ചെയ്ത സിനിമയാണ്. എനിക്ക് തോന്നുന്നത് ഒരു ഫെസ്റ്റിവൽ സിനിമയല്ല. കാരണം ആ കഥ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ആ ഒരു ഏജിലുള്ള ആൾക്കാരുടെ അടുത്ത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഭയങ്കര ഇമോഷൻസ് ഉണ്ട് ഈ സിനിമയിൽ. ഉറപ്പായിട്ട് എല്ലാവർക്കും അത് കണക്ട് ചെയ്യാം, എവിടെയെങ്കിലുമൊക്കെ ഫീൽ ചെയ്യും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ എന്തായാലും സിനിമ നാളെ തിയേറ്ററിൽ എത്തുകയാണ്. ഞാനും സിനിമ കാണാൻ വെയിറ്റ് ചെയ്യാണ്. എന്തായാലും സന്തോഷമുണ്ട് ജയരാജന് ഇനിയും ഇതേപോലെ നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. എനിക്കും എല്ലാവർക്കും നല്ല സിനിമകൾ. കാരണം അഭിജിത്തിൻ്റെ കയ്യിൽ ഒരുപാട് കഥകളുണ്ട്, നല്ല രസമുള്ള കഥ. നമ്മൾ കുറച്ച് കഥകളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അഭിജിത്തിൻ്റെ വേറൊരു സിനിമ ഇപ്പം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ അഭിജിത്തിൻ്റെ അടുത്തുള്ള സിനിമകളിലും എനിക്ക് ഭാഗമാകാൻ വേണ്ടി പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ താങ്ക് യു. നന്ദനുണ്ണി. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ നിങ്ങളെല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഇവിടെ നിന്ന് ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. അബിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ 1983 എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ തൊട്ട് അബിയെയും നമ്മുടെ സിനിമാറ്റോഗ്രാഫറായ സന്തോഷ് ചേട്ടനെ പരിചയമുണ്ട്. ഇപ്പോൾ കോലുമിഠായി എന്നുള്ള പടത്തിൻ്റെ റൈറ്ററും പ്രൊഡ്യൂസറുമാണ് അഭിജിത്ത്. അപ്പോൾ അതിന് സംസ്ഥാന അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരാളാണ്. അപ്പോൾ അഭിജിത്ത് ഇങ്ങനൊരു ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, നന്ദൻ ബ്രോ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ എൻ്റെ ക്യാരക്ടർ രഘു എന്നുള്ള ക്യാരക്ടറാണ്. ജയരാജേട്ടൻ്റെ മകനായിട്ടാണ്, ഇളയ മകനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. മൂത്ത മകനായിട്ട് ഇർഷാദ് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് ഭാഗമാവുന്നത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ എല്ലാവരുടെയും ഈ കാണുന്ന ഓരോ പ്രേക്ഷകൻ്റെയും മനസ്സിൽ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു സിനിമയാണ് ജനനം 1947 പ്രണയം തുടരും എന്നുള്ള സിനിമ. ഇതെന്തായാലും ഇതൊരു കൊച്ചു സിനിമ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ കാണുന്ന പ്രേക്ഷകർ ഒരിക്കലും ഇതൊരു അവാർഡിനൊക്കെ പോയി കുറേ അവാർഡൊക്കെ കിട്ടിയ സിനിമയാണെന്നുള്ള രീതിയിലൊന്നും ഒരിക്കലും അങ്ങനെ കാണരുത്. നല്ലൊരു കൊമേഴ്ഷ്യൽ സിനിമ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ലൊരു സിനിമ തന്നെയാണ്. അപ്പോൾ അതിനൊരു നല്ലൊരു കഥാപാത്രം ചെയ്യാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ജയരാജനെ സംബന്ധിച്ച് ഞങ്ങൾ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്നുള്ള സിനിമയിലും വേറെ 1-2 സിനിമകളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ജയരാജനെ ഇതിലൊരു നായകനായിട്ട് വരുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം. പിന്നെ ലീല മാമിൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷം. പിന്നെ സന്തോഷേട്ടനാണ് മനോഹരമായ പടത്തിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. പിന്നെ നോബി ചേട്ടനും പിന്നെ അനുസിത്താരുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. എന്തായാലും ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം, വിജയിപ്പിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്.